അർഹതപ്പെട്ട നിയമനത്തിനായാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 3 ദിവസം പിന്നിടുകയാണ്. 3ാം ദിവസമാണ് മുട്ടിലിഴഞ്ഞുള്ള പ്രതിഷേധം LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്നത്. 8 ജില്ലകളിൽ ഈ റാങ്ക് പട്ടികയിലുള്ള ഒരാളെ പോലും നിയമിച്ചില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. മറ്റ് 7 ജില്ലകളിൽ നാമമാത്രമായ നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 3 മാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും വേഗം നിയമനങ്ങൾ നടത്തണം എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ പറയുന്നത്? അവരിതുവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മൈൻഡ് ചെയ്ത പോലും കണ്ടിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇന്ന്, അതുകൊണ്ടാണ് ഈ മുട്ടിലെഴുന്ന സമരത്തിലോട്ട് നമ്മൾ പോയത്. ഏത് ജില്ലയിൽ എത്രാമത്തെ റാങ്ക്? ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ 297ാമത്തെ റാങ്കാ. എല്ലാവരുടെയും ഒരു അവസ്ഥ എന്താണ്? അവരിപ്പോൾ നിയമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ അന്വേഷിച്ചപ്പോൾ 100 റാങ്കിനകത്തുള്ളവർക്കും വേറെ പഠിച്ച് വേറെ ജോലിക്ക് പോകാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരമുറയിലോട്ട് നമ്മൾ ഇറങ്ങിയത്. എന്തുകൊണ്ട് ഈ ഒരു മുട്ടിലിഴഞ്ഞ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണം? ഞങ്ങൾ ലിസ്റ്റ് വന്നിട്ട് 9 മാസമായിട്ട് പോലും ഞങ്ങളുടെ ഇതുവരെയും ഒരു നിയമനം പോലും നടന്നിട്ടില്ല. ഈ ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് ഇനി ഒരു അവസരം ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഇത് നേടണം. കഴിഞ്ഞ ലിസ്റ്റിൽ ഞങ്ങളുടെ ഈ സമയത്തൊക്കെ 165-ന് മേൽ പോസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒന്നുപോലും അഡ്വൈസ് പോയിട്ട് പോലും ഞങ്ങൾക്ക് ഫസ്റ്റ് റാങ്കുകാരിക്ക് പോലും നിയമനം വന്നിട്ടില്ല. അപ്പോൾ അധികൃതരുടെ അനാസ്ഥയ്ക്ക് ഞങ്ങൾ ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ വേക്കൻസികൾ ഞങ്ങൾക്ക് തന്നെ തരിക. മറ്റുള്ളവർക്ക് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അവർക്ക് കൊടുക്കാതെ ഞങ്ങളുടെ വേക്കൻസി ഞങ്ങൾക്ക് തരിക. 1:25 എന്നുള്ള രീതിയിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും അനുപാതം കൊണ്ടുപോകുക. അങ്ങനെയുള്ള കുറേ വേക്കൻസി ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പ്രതിഷേധം തുടരും. ഇന്ന് നിരാഹാര സമരം 3ാം ദിവസത്തിലാണ്. 3ാം ദിവസത്തിലാണ് ഇപ്പോൾ ഈ മുട്ടിലഴഞ്ഞുള്ള പ്രതിഷേധം ഉദ്യോഗാർത്ഥികൾ നടത്തിയിരിക്കുന്നത്. 50-ലധികം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. പലർക്കും ഇനി മറ്റൊരു ജോലി കിട്ടാനുള്ളൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ 3 മാസത്തിനുള്ളിൽ പരമാവധി നിയമനങ്ങൾ നടത്തണം. ഒപ്പം ആൻറ്റിസിപ്പേറ്ററി വേക്കൻസികൾ പരിഗണിച്ച് എത്രയും വേഗം പരമാവധി ആളുകളെ നിയമിക്കണം എന്നതാണ് പ്രധാനമായും ഈ ഉദ്യോഗാർത്ഥികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്.